എടി ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കൊരു സീനിയറിനോട് ഭയങ്കര ക്രഷ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അത് കണ്ടിട്ട് മിണ്ടാ തോന്നുന്നു. എത്ര കൊല്ലമായെന്നറിയോ കണ്ടിട്ട്. എന്നാ പോയി മിണ്ട്. ഒരു പേടി പോലെ. ഈ ചാൻസ് പിന്നെ കിടത്തില്ല, പോയി മിണ്ട്. മിണ്ടല്ലേ? ഹായ്, ഐശ്വര്യല്ലേ? അക്ഷയല്ലേ? അപ്പോൾ ഓർമ്മയുണ്ടല്ലേ, പെട്ടെന്ന് അവിടുന്ന് അപ്രതീക്ഷിതമായിട്ട് കണ്ടപ്പോൾ ഒന്നുകൂടെ കാണണമെന്ന് തോന്നി, സംസാരിക്കണം തോന്നി. അതാ. അത് വിട്. അക്ഷയ് ഇപ്പൊ എന്താ ചെയ്യണേ? ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പക്ഷെ വീട്ടിൽ കല്യാണമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അച്ഛനമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്ന? അച്ഛനും അമ്മയ്ക്ക് സുഖ. പിന്നെ ഐശ്വര്യ നമ്മുടെ ഏരിയയിൽ നിന്ന് ഷിഫ്റ്റ് ആയി പോയായിരുന്നല്ലേ? റീസെന്റ് എന്റെ കല്യാണം കഴിഞ്ഞായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങ് ഷിഫ്റ്റ് ആയി. ഓ, കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നല്ലേ? അതെ, എന്താ? ഒന്നുമില്ല. എന്നാ പിന്നെ ഓക്കെ, ബൈ. ഓക്കെ. എടാ, നീ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നില്ല എന്നെ? ഉണ്ട്. അപ്പൊ നീ നിന്റെ നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്യണേ. ഓക്കെ, ബൈ. ബൈ. ഹലോ, എന്തായി? എന്താ അവൻ ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞത്? അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്നിട്ടാണ് ദരിദ്രവാസി എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതെ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം. അതൊന്ന് മനസ്സിലാക്കി തരാനാ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പൊ മനസ്സിലായി. പോവാൻ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്.